LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ആ മുദ്രാവാക്യം എവിടെ പോയി? ഞങ്ങൾ ആളുകളെ കാണുന്നില്ലേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നില്ലേ എന്ന് എന്ത് പ്രയോജനം? LDFന് അനുകൂലമായി എന്ത് ഇത് കാര്യമാണ് കേരളത്തിലുള്ളത്? സത്യം പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ട അങ്ങനെയാണ്. ഒരു മന്ത്രി ഇതുപോലെ അഭിനയിച്ച് കാണിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? KB ഗണേഷ് കുമാർ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ചാമക്കാലം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ്. അദ്ദേഹം അനുഭവിച്ച വേദനയും ദുഃഖവും അറിയാത്ത ആരെങ്കിലും? ഫോർമാലിറ്റികളില്ലാത്ത മുഖ്യമന്ത്രി, സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രി, നല്ല ഭരണാധികാരി, കഷ്ടപ്പെടാനായിട്ട് ഒരു വിഷമവും ഇല്ലാത്ത ഒരാൾ. അദ്ദേഹത്തെ പോലെ വേറെ ആരാ ഉള്ളത്? ഉമ്മൻചാണ്ടി ഒരു കാര്യത്തിൽ ഒരു അംശത്തെ തൊടുക മാത്രമല്ല, അതിൻ്റെ പരിഹാരമാണ് അദ്ദേഹം തേടുന്നത്. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജനങ്ങളെല്ലാവരും മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു. കേരളത്തിലെ ഭരണം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലേക്ക് മഹാഭൂരിപക്ഷം ജനങ്ങളും എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു നിരീക്ഷണം. എൻ്റെ സങ്കല്പം കഴിഞ്ഞ 10 കൊല്ലമായി അനുഭവിച്ച ദുരനുഭവങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന 1, 2, 3 എന്ന അക്കമിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ജനകീയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒറ്റമൂലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നായിരുന്നു അവരുടെ പ്രചരണം. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ആ മുദ്രാവാക്യം എവിടെ പോയി? ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ നടത്തുന്നതിന് വഴിയുള്ള സഹകരണ ബാങ്കുകൾ വഴിയുള്ള നടപടി നടക്കുന്നത്. ഒന്ന്, റീപേയിങ് കപ്പാസിറ്റി ഇല്ല അവർക്ക്. 2, അവരുടെ കയ്യിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞ് പണം പിരിക്കുന്നതിന് വേണ്ടി കുറേ ആളുകൾ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. 7 or 8 സെൻറ്റ് ഭൂമിയുള്ള ഒരാളിനെ അവൻ്റെ വീട്ടിൽ നിന്ന് നേരെ നിഷ്കരണം ഇറക്കി വിടുകയല്ലേ? ഞാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ 3 സെൻറ്റുകാരെ ഇറക്കി വിടരുത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 4 സെൻറ്റുകാരെ ഇറക്കി വിടാം എന്നതിൻ്റെ അതിനർത്ഥം. പിണറായി വിജയൻ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു പാളിച്ച ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ വളരെ മോശമായിപ്പോയി. ഞാൻ വ്യക്തിപരമായി ആരുടെയും പേര് പറയുന്നില്ല. ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടേ? അവരിപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ചാൽ ഞങ്ങൾ പോകുന്നില്ലേ, ഞങ്ങൾ ആളുകളെ കാണുന്നില്ലേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നില്ലേ എന്ന് എന്ത് പ്രയോജനം? സ്വർണ്ണക്കൊള്ള പോകാൻ കഴിയില്ല. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിലുണ്ട് അല്ലേ, ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഈ ശബരിമല ചവിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആള് ജീവനോടുകൂടി ഇരിക്കുന്നിടത്തോളം കാലം ഈ കൊള്ള അവർ സഹിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ചാർജ് കൊടുക്കാത്തത്? SIT തീരുമാനിച്ചു. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. SITക്ക് അന്വേഷണം നടത്താനായിട്ടുള്ള ഏർപ്പാടുകളും അവർ മുന്നോട്ട് നീങ്ങി. എന്നിട്ട് അവസാനം ചില അറസ്റ്റുകളൊക്കെ, ഒറ്റപ്പെട്ട അറസ്റ്റുകളൊക്കെ നടത്തി. ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചാർജ് കൊടുക്കാതെ വന്നത്? UDFന് നെഗറ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയമുള്ള ഒന്നുമില്ല. എല്ലാ അടക്കും ചിട്ടയോട് കൂടി എല്ലാവരും ആണല്ലോ. മറുവശം ചോദിക്കേ, LDFന് അനുകൂലമായി എന്ത് ഇത് കാര്യമാണ് കേരളത്തിലുള്ളത്? ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻഗാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗാലറി വിഷൻ മീഡിയ. ഞാനൊരു കോട്ടയംകാരനാണെന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനിക്കുന്ന ആളുമാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന, ഒരു സംശയലേശം തന്നെ പറയാം, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും തലമുതിർന്ന നേതാവും കോട്ടയം MLAയും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഏറെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ ഒപ്പമാണ്. സാർ, സ്വാഗതം. കോട്ടയം ജില്ലയെന്ന് പറയുമ്പോൾ ഏറ്റവും തലമുതിർന്ന നേതാവ് സാറ് തന്നെയാണ്. കോട്ടയം ജില്ല എന്നല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരിൽ ഏറ്റവും തലമുതിർന്ന നേതാവും സാറ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ? അതെ അല്ലേ? 100% അങ്ങനെ തന്നെയാണ്. സാർ, എങ്ങനെയാണ് സാറിൻ്റെ ഒരു വിജയസങ്കല്പം എങ്ങനെയാണ് കോട്ടയത്ത് ഇത്തവണ? എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ ഞങ്ങൾക്ക് നല്ല കൂളായിട്ട് ജനസഹായത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാവരും മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു. കേരളത്തിലെ ഭരണം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലേക്ക് മഹാഭൂരിപക്ഷം ജനങ്ങളും എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു നിരീക്ഷണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രൂപത്തിലുള്ള റിസൾട്ട് ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോട്ടയം ജില്ല എല്ലാ കാലത്തും ജനാധിപത്യ ശക്തികൾക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. ഇന്നിപ്പോൾ കോട്ടയം ജില്ലയ്ക്കുള്ള 9 നിയോജകമണ്ഡലങ്ങളാണ്. ആ 9 നിയോജകമണ്ഡലങ്ങളിൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഞങ്ങൾക്ക് ആ നിലയിലേക്ക് നേടാൻ പറ്റും എന്നുള്ള വിശ്വാസമാണുള്ളത്.
അല്ല, നമുക്ക് സ്വാഭാവികമായിട്ടും കോട്ടയം ജില്ല തന്നെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് കേരളത്തെക്കുറിച്ച് സംസാരിച്ചിട്ട്, കാരണം ഇനി കേവലം എല്ലാം വോട്ടെണ്ണാൻ കേവലം 5 ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ. ഏകദേശം എല്ലാം സ്ട്രോങ് റൂമിൽ ഭദ്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു 4-ാം തീയതി എന്ന് പറയുന്ന ഒരു 6 മണി 8 മണി രാവിലെ ആകാൻ കാത്തിരിക്കുക ഒന്ന് കേൾക്കാൻ വേണ്ടി. സാറിൻ്റെ ഒരു സങ്കല്പം എന്താണ്? എങ്ങനെയായിരിക്കും വിജയം? എൻ്റെ സങ്കല്പം കഴിഞ്ഞ 10 കൊല്ലമായി അനുഭവിച്ച ദുരനുഭവങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന 1, 2, 3 എന്ന അക്കമിട്ട് പറയാൻ വരെ എത്തുന്ന കാര്യങ്ങൾ. അതിൽ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ജനകീയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒറ്റമൂലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നായിരുന്നു അവരുടെ പ്രചരണം. ആ പ്രശ്നങ്ങളെല്ലാം അതിനേക്കാൾ അധികരിച്ച രൂപത്തിൽ LDF വരും, എല്ലാം ശരിയാകും, അതായിരുന്നു LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ആ മുദ്രാവാക്യം എവിടെ പോയി? LDF വന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. ആകെപ്പാടെ തകരാറിലായിപ്പോയി. നമ്മളുടെ സത്യം പറഞ്ഞാൽ വികസനത്തിൻ്റെ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ നടത്തുന്നതിന് വഴിയുള്ള സഹകരണ ബാങ്കുകൾ വഴിയുള്ള നടപടി നടക്കുന്നത്. എത്രയോ ജനപ്രതിനിധികൾ പൂട്ടുപൊട്ടിച്ച് അകത്ത് കയറ്റിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ വേദനയും ദുഃഖമല്ലേ? ഒന്ന്, റീപേയിങ് കപ്പാസിറ്റി ഇല്ല അവർക്ക്. 2, അവരുടെ കയ്യിൽ നിന്ന് ഞെക്കിപ്പിടിഞ്ഞ് പണം പിരിക്കുന്നതിന് വേണ്ടി കുറേ ആളുകൾ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ചില ബാങ്കുകളാണെന്നുവരെങ്കിൽ സ്വകാര്യ ഏജൻസികളെ തന്നെ ഗുണ്ടാ സംഘത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ പോയി ബലം ഉപയോഗിച്ചത് പിടിച്ചെടുക്കും എന്നൊരു മട്ട് വന്നപ്പോൾ സ്വയം സംഘടിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായി തീർന്നു. ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന ജനങ്ങൾ ഈ ഗവൺമെൻറ്റിന് അനുകൂലമായി ഒരു നിമിഷം ആലോചിക്കുമോ? അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള നടപടികൾ വളരെ തെറ്റാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും. ഞങ്ങൾക്ക് പോസിറ്റീവ് ആകാൻ കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഈ ലൈൻ തെറ്റാണ്, ഇത് ശരിയല്ല. ഒരു 7-8 സെൻറ്റ് ഭൂമിയുള്ള ഒരാളിനെ അവൻ്റെ വീട്ടിൽ നിന്ന് നേരെ നിഷ്കരണം ഇറക്കി വിടുകയല്ലേ? ഞാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ 3 സെൻറ്റുകാരെ ഇറക്കി വിടരുത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 4 സെൻറ്റുകാരെ ഇറക്കി വിടാം എന്നതിൻ്റെ അർത്ഥം. അത് നീതിയാണോ? അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകണ്ടേ? നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പണിയില്ലല്ലോ. പണിയില്ലാത്തത് കൊണ്ട് എന്തായി? മൈഗ്രേഷനിലേക്ക് പോയി. മിടുക്കന്മാരെല്ലാം നമ്മുടെ കോട്ടയം ജില്ല ഏറ്റവും കൂടുതൽ മൈഗ്രേഷനുള്ള സ്ഥലം കോട്ടയം ജില്ലയാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയാൽ അവരെങ്ങനെ ഈ നാട് വിടാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നാട് വിടാൻ പോകുന്ന ആളുകളും ചില കുടുക്കിൽ ചാടുന്നുണ്ട്. കാരണം വ്യാജ ഏജൻസികളുടെ മധ്യത്തിൽ പോയി പെട്ട്. സാർ, അത് ഞാനിന്ന് പറയണമെന്ന് ഓർത്തു. ഞാനിന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ പ്രോഗ്രാം കാണുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ജിബിൻ എന്നാണ് പേര്. എന്നോട് പറഞ്ഞു, വിസ തട്ടിപ്പ്. എടാ, എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 2 ലക്ഷം രൂപ, ഞങ്ങളെപ്പോലെ തന്നെ 12 പേരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം 24 നാളെ ഞങ്ങളുടെ ചാനലിൽ തന്നെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7-8 പേരാണ്. ഇത് അത്രത്തോളം എന്താ പറയുക, പരാതികൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിസ തട്ടിപ്പ് എന്നുള്ള പേരിൽ. ഈ മൈഗ്രേഷൻ്റെ പേരിൽ നടക്കുന്ന ഒരു കാര്യം, അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അധികാരത്തിരിക്കുന്ന ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ ഇതിനോട് അനുബന്ധമായിട്ട്. ഗവൺമെൻറ് ചെയ്തു ഈ വിസ തട്ടിപ്പുകാർക്ക് ഇരയായി പോകുന്ന പാവപ്പെട്ട ചെറുപ്പക്കാർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇടനിലക്കാരായ ആളുകളുടെ നിഷ്കരണം അവരുടെ നടപടികൾക്ക് ഇവരെ വിധേയരാകാൻ നിർബന്ധിതരായി തീരുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഗവൺമെൻറ് കേരളത്തിൽ ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഗവൺമെൻറ് വേറൊരു ഓസിഫറസ് എലിമെൻറ്റ് വെച്ചാണ് പ്രചരണം കൊടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗവൺമെൻറ് നിൽക്കാൻ പറ്റുമോ? ജീവിതത്തിലെ ജീവിതഗന്ധിയായുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും പ്രചരണത്തിലൂടെ ഞങ്ങൾക്ക് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ് അല്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ സാർ, എനിക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് അതിനൊരു ചോദ്യം ചോദിക്കാം. സത്യത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമാണോ അതോ പിണറായി വിരുദ്ധ വികാരമാണോ? രണ്ടുമുണ്ട്. ഇവിടെ പിണറായി വിജയൻ, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു പാളിച്ച ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ വളരെ മോശമായിപ്പോയി. പിണറായി വിജയൻ ഒരു സ്റ്റാൾവാർട്ടായിട്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിന്നു. പക്ഷേ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ വ്യക്തിപരമായി ആരുടെയും പേര് പറയുന്നില്ല. ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടേ?
അവരിപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ചാൽ ഞങ്ങൾ പോകുന്നില്ലേ, ഞങ്ങൾ ആളുകളെ കാണുന്നില്ലേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നില്ലേ എന്ന് എന്ത് പ്രയോജനം? ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രമാണ്. ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പിനകത്ത് എന്തെല്ലാം മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ വളരെ ശബ്ദഘോഷത്തോടു കൂടി സംസാരിക്കാൻ ഉത്സാഹമുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. അതുകൊണ്ട് അതുകൂടി അഡീഷണലായിട്ട് ചേരും. പക്ഷേ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ചെറുതല്ലേ. വളരെ പരാജയം. ആരോഗ്യ വകുപ്പിലെ ഏറ്റവും സീനിയറായ ഡോക്ടർ പോലും ഞങ്ങളുടെ ഇവിടെ ഒരു സാധനങ്ങളില്ല, നിവൃത്തിയില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല, അതുകൊണ്ട് നടപടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പരസ്യമായി പ്രസ്താവന നടത്തി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നീങ്ങാൻ നോക്കി. അദ്ദേഹത്തിനെതിരെ നീങ്ങാൻ ശ്രമിച്ചപ്പോൾ എന്തായി? അതേ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് നീക്കം തീർന്നു, അവിടെ കൊണ്ട് അവസാനിച്ചു. ഞാൻ പറയും, ഒരു മന്ത്രി, നമ്മൾ ആ കൊച്ചു കുട്ടികൾ ഇവിടെ കറുത്ത കൊടി കാണിച്ചു എന്ന് പറഞ്ഞു അടുത്ത് പോലും പോയിട്ടില്ല എന്നുള്ളത് ചിത്രങ്ങളിലും വീഡിയോകളിലും വ്യക്തമായിരുന്നു. അതിലെ ഒന്നാം സാക്ഷി ഇപ്പോൾ നമ്മുടെ സ്പീക്കർ ഷംസീറില്ലേ, അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ലെന്നാ. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? യഥാർത്ഥത്തിൽ കഷ്ടല്ലേ. അവരുടെ ഒരു അഭിനയമൊക്കെ കാണണമായിരുന്നു. ഇങ്ങനെ തല ചെരിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ വിഷമിച്ച് ഇരുന്ന്. മാധ്യമപ്രവർത്തകയേക്കാൾ വലിയൊരു അഭിനേത്രിയായിട്ട് തോന്നിയോ? അല്ല, സത്യം പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ട അഭിനയമാണ്. ഒരു മന്ത്രി ഇതുപോലെ അഭിനയിച്ച് കാണിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? അതിന് അവാർഡ് കൊടുക്കേണ്ടത്. അതിന്റെ തിരക്കഥ ആരായിരുന്നായിരിക്കും സാറിന് എന്താ തോന്നുന്നത്? അതിൻ്റെ തിരക്കഥയും ഒക്കെ യഥാർത്ഥ പ്രത്യക്ഷത്തിലുള്ളത് നമ്മളുടെ അതെ. കാരണം ഇവിടെ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങി 3-ാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ അവർക്കൊരു പ്രശ്നവുമില്ല. 3-ാം പ്ലാറ്റ്ഫോമിൽ താഴോട്ടിറങ്ങി ഷംസീറിനെ കാണുന്നവരെ ഒരു പരാതിയില്ല. അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് അതിനിടെ അദ്ദേഹം എന്തോ ഫോണിലൊക്കെ ആരോടൊക്കെ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ഫോൺ. കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്ലേ ഇതെല്ലാം ഉണ്ടായത്. ഞാൻ ചോദിച്ച അതിൻ്റെ ആവശ്യം എന്താ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടോ 3-ാം ദിവസം അവിടെ നിന്ന് വെളുപ്പിനെ 4:30 മണിക്ക് സ്ഥലം വിട്ടു. അങ്ങനെയൊക്കെ ചെയ്യാമോ? നമുക്ക് ഒളിച്ചോടാൻ പറ്റുന്ന ഒരു നാടാണോ കേരളം? അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ഒരു ചിരിക്ക് വേണ്ടിയുള്ള ഒരു കാര്യം എന്നുള്ളതല്ലാതെ അത് യഥാർത്ഥത്തിൽ ഇവരുടെ ജെനുവിൻനെസ് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. സാർ എന്ത് തോന്നുന്നു, ആറന്മുളയിൽ അബിൻ വർക്കിയുടെ വിജയം സുനിശ്ചിതമാണോ? ഉറപ്പല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉറപ്പാണ്. ഇന്നിപ്പോൾ 7 മണിക്ക് വരുമല്ലോ ഇവിടെ എക്സിറ്റ് പോൾ. അപ്പൊ നോക്കിക്കോളൂ, ഉറപ്പായിരിക്കും. പിന്നെ എക്സിറ്റ് പോളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അവസാനം അന്തിമ വിശ്വാസം എന്ന് പറയുന്ന ജനങ്ങളാ കുത്തിയിരിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. എക്സിറ്റ് പോളിനകത്ത് പൊതുവേ വരുന്നത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന നമുക്ക് നിഷേധിക്കേണ്ട കാര്യം. അതെ. പക്ഷെ പ്രീ പോൾ സർവേകൾ മുഴുവൻ നമുക്കെതിരായിരുന്നു, UDFിനെതിരായിരുന്നു. എല്ലാ ചാനലുകളും തന്നെ 78, 73, 74, 75 സീറ്റുകളോടുകൂടി LDF തന്നെ തുടർഭരണം ഉറപ്പാക്കുന്നു എന്ന രീതിയിലാണ് വന്നത്. ഓർക്കുന്നു സാർ? കണ്ടിരുന്നോ? ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ 4-ാം തീയതി അത് തീരുമല്ലോ. അതിന്റെ പണി തീരും. സാറിന്റെ ഒരു കണക്കൂട്ടൽ എങ്ങനെയാണ്? ഞങ്ങൾക്ക് നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള ഭൂരിപക്ഷം. എങ്കിൽ പോലും ഒരു സംഖ്യ പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറി KC അതുപോലെ RC എല്ലാവരും പറയുന്നത് 100+ എന്നാണ്. അത് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു വേവ് കറക്റ്റായിട്ട് വന്നാൽ, നമ്മളുടെ അളവുകളെല്ലാം കൃത്യമായാൽ അത് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടെന്താ? പക്ഷേ വേവ് കറക്റ്റായി വരണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള പുറത്തീ കാണുന്ന അതെന്താണ് സാർ ആ വേവ്? ആ കൊടുങ്കാറ്റ് അടിക്കണം, അതായത് UDFിന് അനുകൂലമായൊരു കൊടുങ്കാറ്റ് കേരളം ഒട്ടാകെ അലയടിക്കണമെങ്കിൽ എന്താണ് അതിനെന്താ പറയുക, അനുപൂരകമാകുന്ന ആ വേവ് എന്താണ്? ആ കൊടുങ്കാറ്റ് എന്തായിരിക്കും? മറുവശം ആലോചിച്ച പോലെ UDFിന് നെഗറ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയമുള്ള ഒന്നുമില്ല. എല്ലാ അടക്കും ചിട്ടയോട് കൂടി എല്ലാവരും ഒരുമിച്ചാണല്ലോ. മറുവശം ചോദിക്കേ, LDFിന് അനുകൂലമായി എന്ത് ഇത് കാര്യമാണ് കേരളത്തിലുള്ളത്? എല്ലാവരും പ്രതിക്കൂട്ടി നിൽക്കുന്നതല്ലേ, അവർ മറുപടി പറയേണ്ടി വരുന്നതല്ലേ? അതാ വേവ്. അതെ, സ്വാഭാവികമായിട്ടൊരു വേവ്. അതിനെ നമുക്ക് ഭരണവിരുദ്ധത എന്ന് പറയാം. അത് അങ്ങനെ നിൽക്കട്ടെ. അത് കൂടാതെ എന്തൊക്കെ ഉണ്ടാവുന്ന ചോദിക്കുന്നത്, ഈ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ച ഒരു പ്രശ്നമായിരുന്നു സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം. പക്ഷേ അത് തദ്ദേശ തിരഞ്ഞെടുപ്പോട് കൂടി സ്വർണ്ണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ ആ പാട്ടോട് കൂടി അതൊന്ന് ഇച്ചിരി പുറകോട്ട് വലിച്ചിട്ട് മറ്റു പല വിഷയങ്ങളിലേക്കും ഈ തവണത്തെ തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പായപ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്കും അത്
വ്യതിചലിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, സ്വർണ്ണക്കൊള്ള മനസ്സിലുണ്ട്, നിലനിന്നു. ആ കൂട്ടത്തിൽ വേറെ ഇഷ്യൂസും കൂടെ പൊന്തി വന്നു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം സ്വർണ്ണക്കൊള്ള പോകാൻ കഴിയില്ല. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിലുണ്ട് അല്ലേ, ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഈ അലയടിക്കുമോ എന്നാണ്. ശബരിമല ചവിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആള് ജീവനോടുകൂടി ഇരിക്കുന്നിടത്തോളം കാലം ഈ കൊള്ള അവർ സഹിക്കുകയല്ല. അതെ 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 അതെ, അത്രയും മനസ്സിന്റെ ഉള്ളിൽ വേദനയായിട്ടുണ്ടാവും. അതൊക്കെ വോട്ടിൽ പ്രതിധ്വനിക്കും ഉറപ്പല്ലേ. പിന്നെ സാർ അതുപോലെ മാത്രമല്ല, അതിനകത്ത് ഇവര് ഉത്തരം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ, എന്തുകൊണ്ടാണ് ഇവർക്ക് ചാർജ് കൊടുക്കാത്തത്? ഇവർക്ക് SIT തീരുമാനിച്ചു. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. SITക്ക് അന്വേഷണം നടത്താനായിട്ടുള്ള ഏർപ്പാടുകളും അവർ മുന്നോട്ട് നീങ്ങി. എന്നിട്ട് അവസാനം ചില ഒറ്റപ്പെട്ട അറസ്റ്റുകളൊക്കെ നടത്തി. ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചാർജ് കൊടുക്കാതെ വന്നത്? ചാർജ് കൊടുക്കാതെ ആരെയും രക്ഷിക്കാൻ വേണ്ടിയല്ലേ? തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് പിടികിട്ടി. അതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള ആര് വിചാരിച്ചാലും എത്ര തിക്കായിട്ടുള്ള കർട്ടൻ ഇട്ടാലും ശരി അത് മറക്കാൻ കഴിയില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ. അല്ല സാർ, UDF അധികാരത്തിൽ വന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരകൻ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായാലും ഈ പറയുന്ന 1, 2, 3 വല്ല പോറ്റിക്കോ അല്ലെങ്കിൽ ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട സഖാക്കൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുൻപന്തിലിരിക്കുന്ന ഏതോ കുറച്ച് പേർക്ക് മാത്രമായിട്ട് ഒരിക്കലും ഇത്ര വലിയൊരു കൊള്ള നടത്താൻ കഴിയുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി പുറത്ത് വരേണ്ടി വരും. അതൊരു ഗവൺമെൻറ് വരട്ടെ, ഗവൺമെൻറ് വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ SIT പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ ഒബ്സർവേഷൻ എന്താണ് എന്നുള്ളത് കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇതിനകത്തെ തനിയായി കുഴപ്പക്കാരെ എക്സ്പോസ് ചെയ്യാൻ പറ്റണം. UDF അധികാരത്തിൽ വന്നാൽ 100% ഉറപ്പല്ലേ? തിന്നവനെല്ലാം വെള്ളം കുടിക്കേണ്ടി ഉറപ്പല്ലേ? ഒരു സംശയം വേണ്ട. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. അപ്പം സാർ, അതുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, TP വധക്കേസ് ആ സമയത്ത് സാറായിരുന്നു ആഭ്യന്തരമന്ത്രി. ആ സമയത്ത് കൃത്യമായിട്ട് സാർ അത് കരുക്കൾ നീക്കി വെളിയിൽ കൊണ്ടുവരേണ്ട എല്ലാ പ്രതികളെയും കൊണ്ടുവന്നു എന്ന് തന്നെയാണ് സാർ വിശ്വസിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ സാർ? അത്യാവശ്യം എല്ലാ പ്രതികളെയും തന്നെ കൊണ്ടുവന്നു. പക്ഷേ പലരും പിന്നീട് എന്താ പറയുക, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ വെളിയിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. സാറിന് അന്നത്തെ ഒരു കാലഘട്ടം ഓർത്തെടുക്കുന്നത്, കാരണം ഇപ്പം ഈ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് അനുബന്ധിച്ച് ഞാൻ ചോദിക്കുന്നതാണ്. അല്ല, അതിൻ്റെ ഒരു പച്ചയായ കൊലപാതക കേസ് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രദ്ധയും നടത്തിക്കൊണ്ട് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു കൊലപാതകം. അതിനകത്ത് തെളിവ് കണ്ടെത്തി എന്നുള്ളതും 12 ആളുകളെ ശിക്ഷിച്ചു എന്നുള്ളതും നമ്മളുടെ ഒന്നാമത്തെ നിയമത്തിന്റെ വിജയമായി ഞാൻ കാണുകയാണ്. 100%. അതെന്റെ വിജയമല്ല, അത് നിയമത്തിന്റെ വിജയമാണ്. കാരണം ഒരു ചെറുപ്പക്കാരനെ പച്ചയായിട്ട് വെട്ടിക്കൊന്നതാണ്, നിഷ്ഠൂരമായി വെട്ടിക്കൊന്നതാണ്. അതായത് പറയുന്നത് മുഖം വികൃതമാക്കണമെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ മുകളിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതെല്ലാം ചെയ്തല്ലോ, അതെല്ലാം നടന്നല്ലോ. സാധാരണഗതിയിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്ന് വരികിൽ ആ കുടുംബം എന്ത് ചെയ്യും? എനിക്ക് അതോടെ രമയെ നന്നായിട്ടറിയാം, എനിക്ക് മാധവേട്ടനെ നന്നായിട്ടറിയാം, അദ്ദേഹം ഇല്ല. എനിക്ക് TP ചന്ദ്രശേഖരൻ്റെ അമ്മയെ നന്നായിട്ടറിയാം. ആ കുടുംബത്തിൽ മാത്രമായി ഇത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? അതേസമയം ഗവൺമെൻറ് നീതി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും അതിലെ 12 ആളുകൾ ജയിലിനകത്ത് കിടക്കുന്നത്. അതെ അതെ. പക്ഷെ എന്നിരുന്നാൽ പോലും ആ 12 പ്രതികൾക്കും കൃത്യമായി അവർക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടോ സാർ? കാരണം ഇല്ല അല്ലേ, അതാണ് ഒരു നിയമ സംവിധാനമാണിത്. ശിക്ഷ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ള ആളുകളെ അകത്ത് കടന്നതിനേക്കാൾ കൂടുതൽ പുറത്തോട്ട് വിട്ടു. അത് തെളിയിക്കുന്നത് എന്താ? ഈ പ്രതികളുടെ കാര്യത്തിൽ പാർട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് നടക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം കൊടുത്തത്. ആ സ്വാതന്ത്ര്യം ആര് കൊടുത്തതാ? അഡ്മിനിസ്ട്രേഷൻ. അവരാണത് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ കിടക്കേണ്ട. അതും മൊബൈൽ ഫോണൊക്കെ അല്ലേ, മൊബൈൽ ഫോണൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അത് ഇത്രയും വലിയ കേസിലെ പ്രതികൾ കൊടിസുനി ഉൾപ്പെടെ ജയിൽ അധികൃതരുടെയും ഗവൺമെന്റിന്റെയും അറിവില്ലാതെ ഒരു കാരണവശാലും നടക്കില്ലല്ലോ, നടക്കില്ല. അതിന്റെ അർത്ഥം പറയുന്നത് എന്താ? ഇതിലെ ഈ പ്രതികൾ ഗവൺമെന്റിന് വളരെ ഇഷ്ടത്തോഴന്മാരാണ്. ഗവൺമെന്റിന്റെ സ്വന്തം ആളുകളാണ്, പാർട്ടിയുടെ സ്വന്തം ആളുകളാണ്. അവരെ ചെറിയ ഒരു വെയിൽ പോലും കൊള്ളിക്കാൻ അനുവദിക്കാതെ അവരെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കാണ് എന്ന് കരുതുന്ന രൂപത്തിലാണ് അവരുടെ പെരുമാറ്റം വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, ഈ TP വധക്കേസിൽ തന്നെ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയും, മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് ഇവർ പോയതെന്നാണ്. അത് കൃത്യമായിട്ട് എന്തായാലും സാറിന് ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നോട് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു വിവരം അത് ഉള്ളത് തന്നെയാണോ? മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെയാണോ? അല്ല, അവർ സ്റ്റിക്കർ ഒട്ടിച്ചു.
ഒട്ടിച്ചു സ്റ്റിക്കർ ഒട്ടിച്ച് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അതായത് STP അങ്ങനെയാണെന്നുള്ള രീതിയിലാക്കാൻ വേണ്ടി ഇവര് തന്നെ ചില രൂപത്തിൽ പറഞ്ഞല്ലോ, ഇതൊന്നും വ്യക്തിവിരോധം കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് ആദ്യം പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയായിരുന്നു. ചില ആളുകൾ അതിനനുകൂലമായി നിൽക്കുകയും ചെയ്തു. ഒരു വ്യക്തിവിരോധമല്ലെന്ന് പിന്നെ മനസ്സിലായില്ലേ. അപ്പൊ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൽ നിന്ന് യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ വേണ്ടി ഈ ഷഹള്ള ഇതൊക്കെ ഒട്ടിച്ച് അവർ സെലക്ട് ചെയ്ത സ്ഥലം, അവരതിനു വേണ്ടിയുള്ള നടപടി, ഇതൊക്കെ വളരെ, അതാ ഞാൻ കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞത്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് പോയത്. ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശക്തിയായിട്ടുള്ള ഒരു നിലപാട് കൊണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയി. കോടതി പോലും അംഗീകരിച്ചില്ല. അപ്പം സാർ അതുമായിട്ട് ഇപ്പം നമ്മുടെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു 5 ദിവസം കൂടെ ഉള്ളൂ, നമുക്ക് അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, എങ്ങനെയാണ് കോട്ടയം ജില്ലയിൽ എത്ര സീറ്റുകൾ കിട്ടും? സാറിൽ നിന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കോട്ടയം ജില്ലയിൽ ചാണ്ടിയുമ്മനൊക്കെ പറയുന്നത് 9 to 9 എന്നാണ് പറയുന്നത്. 9 സീറ്റും ഞങ്ങൾ നേടാൻ പോകാന്നാണ്. അതിനുള്ളൊരു സാധ്യതയുണ്ടോ? ഞങ്ങൾ 9 സീറ്റിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണല്ലോ. ഞങ്ങൾ 9 സീറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 9 ഞങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസാണ്. പിന്നെ എന്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് അതത് പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്, അത് ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ 9 out of 9 ആണ്. പാല അതിൽ ഉൾപ്പെടുന്നുണ്ടപ്പം? ഉണ്ട്. 9 എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. പാലായിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ ഞാൻ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് എനിക്ക് പൊതുവെ അവിടുത്തെ ബിനുചേട്ടനൊക്കെ, നമ്മുടെ പാല മുനിസിപ്പൽ ചെയർമാനൊക്കെ നമ്മുടെ ഭയങ്കര അടുത്ത സുഹൃത്താണ്. അപ്പം ബിനുചേട്ടനൊക്കെ പറയുന്നത്, എടാ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. ഈ ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥി വന്നപ്പോൾ ഏകദേശം ഒരു 10-30,000 വോട്ട് ഷോൺ ജോർജ് പിടിക്കുകയാണെങ്കിൽ അത് മാണി സി കാപ്പൻ്റെ വോട്ടായിരിക്കും. ഇപ്പോൾ ഒരു പരാജയ സാധ്യത ഉണ്ട് എന്നാണ്. ഒരു 2,000-3,000 വോട്ടിനൊക്കെ ജോസ് കെ മാണി കഷ്ടിച്ച് കയറിക്കൂടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണോ? ഞാൻ സംസാരിച്ചിട്ടുള്ളത് മാണി സി കാപ്പനുമായിട്ട്. മാണി സി കാപ്പൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ 5,000 വോട്ടിന് കടന്നിരിക്കും. ബിനുചേട്ടൻ ഇത് തന്നെയാണ് പറയുന്നത്, ജയിക്കൂടാ പക്ഷെ ഇച്ചിരി ടൈറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പാണ് ടൈറ്റ് ആകാം? കേരളത്തിൻ്റെ പൊതുസ്ഥിതി അനുസരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളും ടൈറ്റ് ആവും. അവിടെ ബിനു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 5,000 വോട്ടിനെങ്കിലും ജയിക്കും എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ബിനുചേട്ടനും പറയുന്നത്. ഒരു 5,000+ കാണൂടാ, പക്ഷെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഷോൺ ജോർജ് 30 to 35 പിടിച്ചു കഴിഞ്ഞാൽ കളം എങ്ങനെയാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ബിനുചേട്ടൻ തന്നെ പറയുന്നുണ്ട് 30,000 വോട്ടിൽ കൂടുതൽ പിടിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 5,000 വോട്ടിന് ജയിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടറിയാം. നമുക്ക് എങ്ങനെ എത്ര ഉണ്ടാവും ഇവിടെ ഒരു ഭൂരിപക്ഷം? ഇങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ, അസസ്മെന്റ്. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തെ കുറിച്ച് അല്ല എങ്കിൽ പോലും ഒരു ഇത്രയും ബൂത്ത് തല എല്ലാ റിപ്പോർട്ടുകളും വന്ന് കാണുമല്ലോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 19,000-ത്തിനടുത്ത്. അതിന് മുമ്പ് 33,000 ആയിരുന്നു. അന്ന് കേരള കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 19,000-ത്തിനടുത്തുള്ള ഭൂരിപക്ഷമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ, മാണി ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ. അതിനേക്കാൾ മുമ്പിലായിരിക്കും എന്താണെങ്കിലും. ഡെഫിനറ്റ് ആണ്, കൺഫേം അതിനേക്കാൾ മുമ്പിലാണ്. അതുപോലെ തന്നെ സാറിനോടിപ്പം ഈ കേരള കോൺഗ്രസിൻ്റെ കാര്യം കൊണ്ട് ഇനി ചോദിക്കാതെ പോകാൻ പറ്റില്ല. നമ്മളൊരു കോട്ടയംകാരായതുകൊണ്ട് നമുക്കറിയാം, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ കേരള കോൺഗ്രസ് ആ ഒരു ഐക്യം വളരെ ചെറിയ കല്ലുകടിയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഏത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ചട്ടിയും കലയോടെ തട്ടിമുട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഒത്തൊരുമ പ്രകടമായിരുന്നു. അത് തിരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്തിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? സാർ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അത് പറയുന്ന കാര്യമില്ല. ഇനി പൊളിറ്റിക്കലായിട്ട് ഒരു റീതിങ്കിങ് വരണമെന്ന് വരിൽ ഈ റിസൾട്ട് വരണം. റിസൾട്ട് വരെ ആരും അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. ഞാനും അത് പറയുന്നത് ശരിയാവില്ല. കാരണം തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ജനവിധി എന്താണെന്ന് അറിയട്ടെ. അതിന് 2-3 ദിവസമല്ലേ ഉള്ളൂ. ആ ജനവിധി അറിയട്ടെ. ഇന്ന് വൈകുന്നേരം തന്നെ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടും വരും തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഏതാനും മിനിറ്റ് മുമ്പ് ഞാനൊരു കാര്യം പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനൊക്കെ ശേഷം ഈ പാർട്ടികളിലൊക്കെ ഒരു റീതിങ്കിങ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 100%. കേരള കോൺഗ്രസ് എം 3 സീറ്റിൽ താഴേക്ക് പോകാനുള്ള സാധ്യത സാർ കാണുന്നുണ്ടോ? ഞാനതാ പറഞ്ഞത്, ഇലക്ഷൻ റിസൾട്ട് വരട്ടെ നമ്മൾ വരട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാനത് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുമായിട്ട് കൂട്ടി എന്തായാലും നമ്മൾ വായിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് പത്തനാപുരം.
KB ഗണേഷ് കുമാർ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ സാർ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്സ് അനുസരിച്ച് ചാമക്കാല നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ്. കാരണങ്ങൾ എന്നോട് ചോദിക്കരുത്. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഒരു കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ മരിച്ചു മൂലയിരിക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ആശീർവാദം, തലയ്ക്കുമുള്ള ഒരു അനുഗ്രഹമായിട്ട് അനുഗ്രഹം ഉണ്ടല്ലോ. ഉണ്ട്, അതെ അതെ, എല്ലാവർക്കും എക്കാലവും അദ്ദേഹം അനുഭവിച്ച വേദനയും ദുഃഖവും അറിയാത്ത ആരെങ്കിലും? അതെ 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 അതെ. അതുകൊണ്ട് അദ്ദേഹത്തിനെ അസുഖക്കാരനാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ആ ഒരു കേസും സോളാർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് പേഴ്സണലി ഒരുപാട് സഹായം കിട്ടിയിട്ടുള്ള ആളാട്ടോ ഉമ്മൻചാണ്ടി സാറിൻ്റെ. എൻ്റെ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരുപാട് അദ്ദേഹം നമ്മൾ സഹായിച്ചിട്ടുള്ള, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണ്. കാരണം ഒരു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വേറെ ആരുണ്ട് അതുപോലെ, വളരെ അക്സസിബിൾ ആയി. അതല്ലേ അത്രയും ഫോർമാലിറ്റികളില്ലാത്ത മുഖ്യമന്ത്രി, സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും. നല്ല ഭരണാധികാരി, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും കണ്ടെത്തുവാനും ഇത്ര സമഗ്രമായ രൂപത്തിൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെയാണ് സാർ. അതുപോലെ തന്നെ നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ എന്തെങ്കിലും മറക്കാൻ കഴിയാത്തൊരു ഓർമ്മ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുകയാണെങ്കിൽ? എത്രയോ കാര്യങ്ങൾ, എത്ര വർഷങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം അത്യുന്നത സ്ഥലത്തെത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ 2 പ്രാവശ്യം ഞാനുണ്ടായിരുന്നു. 2004 2011 ഉണ്ടായിരുന്നു. 2 ക്യാബിനറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്രയോ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പറയാൻ പറ്റും. ഇതുപോലെ നിസ്വാർത്ഥനായിട്ടൊരാൾ, കഷ്ടപ്പെടാനായിട്ട് ഒരു വിഷമവും ഇല്ലാത്തൊരാൾ, അദ്ദേഹത്തെ പോലെ വേറെ ആരാ ഉള്ളത്? ഞാൻ ഒരിക്കൽ നമ്മുടെ അന്തരിച്ചു പോയ സുഗതകുമാരി ചേച്ചി ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി, ഞാനന്ന് ഫോറസ്റ്റ് വകുപ്പിൻ്റെ ചാർജുള്ളതാണ്, അതിനുവേണ്ടി ഒരു നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം കഞ്ചാവ് കൃഷി പള്ളത്ത് നടക്കുന്നു, ആ കൃഷിത്തോട്ടം കാണാൻ പോകണമെന്ന് ഇവിടെ സുഗതകുമാരി ചേച്ചിയെ നിർബന്ധിച്ചത്, മുഖ്യമന്ത്രിയോടെ പറഞ്ഞത്. വകുപ്പ് എൻ്റെ കയ്യിലായിരുന്നുകൊണ്ട് എന്നെ കൂടി വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. അല്ല, കഞ്ചാവ് ചെടി വളർത്തുന്നത് തെറ്റല്ലേ? ആണ്. അത് കാണാനായിട്ട് പോകാനായിട്ട് വളർത്തുന്നത്, എന്നിട്ട് വെട്ടിമാറ്റാനാണ്. എന്നിട്ട് ഞങ്ങളവിടെ പോയി. എന്ന് പറയാൻ 16 കിലോമീറ്ററാണ് ഈ കൊടും വനത്തിന്റെ മധ്യത്തിലൂടെ നടന്നത്. എന്നിട്ടൊരു കൊടുമുടിയുടെ മേളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴേക്ക് കഞ്ചാവ് വളർന്നു നിൽക്കുന്നത് 1400 കോടി രൂപയ്ക്ക് വില വരുന്ന കഞ്ചാവ് അവിടെ വെച്ച് ഞങ്ങൾ ജോയിന്റ് ഓപ്പറേഷൻ നടത്തി വെട്ടിക്കളഞ്ഞു, തീയിട്ട് കളഞ്ഞു. അവിടെ സത്യം പറഞ്ഞാൽ അത് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, യൂണിഫോം ഫോഴ്സ് എല്ലാവരും, പോലീസ് ഉണ്ടായിരുന്നു, എല്ലാ ആളുകളും, എക്സൈസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ബഹുജനങ്ങളും ഉണ്ടായിരുന്നു. അവർക്കും വലിയ ആഹ്ലാദം. ഇതുപോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കഞ്ചാവ് അവരും ജീവിതത്തെ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം വെട്ടി നശിപ്പിച്ച് തീയിട്ട് കളഞ്ഞ് ഒരു ഭരണാധികാരി ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലൊരു നടപടി എടുത്തില്ലേ. രണ്ടാമത്തെ കാര്യം, കഞ്ചാവ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തിന് ചുറ്റും അത് റവന്യൂവിൻ്റെ കയ്യിലായിരുന്നു. ഫോറസ്റ്റിനുള്ള ശക്തിയില്ല, റവന്യൂവിന് അവിടെ ഉള്ള എക്യുപ്മെൻസും ഇല്ല, അവർക്ക് അതിന് ആൾബലവും ഇല്ല. അതുകൊണ്ട് ആ ഭൂമി അത്രയും ഫോറസ്റ്റിനെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, അതൊരു കണക്റ്റഡ് കേസ് കൂടി ഉണ്ടായി. ശബരിമല സന്നിധാനത്തിലേക്ക് ഇവിടെ കൊടുക്കേണ്ടി വന്ന ഭൂമി 302 ഏക്കർ ഭൂമിക്ക് കൊടുക്കേണ്ടി വന്നു. നമ്മൾ അതിനുള്ള തുക അടയ്ക്കേണ്ടി വന്നു. 302 ഏക്കർ കൊടുക്കേണ്ടി വന്നു. അതിന് ഈ ഭൂമി തന്നെ നമ്മൾ വിനിയോഗിച്ചു ഫോറസ്റ്റിനെ ഏൽപ്പിക്കാൻ വേണ്ടി. ആ ഏൽപ്പിച്ചെന്ന് മാത്രമല്ല, 4 ഫോറസ്റ്റ് സ്റ്റേഷൻ അതിന് ചുറ്റും ഉണ്ടാക്കി. ഒരാൾക്കും അതിനകത്ത് കയറാൻ പറ്റാത്ത രൂപത്തിലാക്കി, എല്ലാം ഇതാക്കി. ചുറ്റുമതിൽ കെട്ടാൻ തീരുമാനമെടുത്തു. ആ ചുറ്റുമതിൽ ഇട്ട് ഫെൻസിങ് ഇട്ടു. ഞാൻ ചോദിച്ചു, ഏത് ഭരണാധികാരിക്കാം ഇത്രയും? ഉമ്മൻചാണ്ടി ഇവിടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, ഞാൻ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഉണ്ടായതാണ്. എല്ലാ തീരുമാനങ്ങളും കറക്റ്റായില്ലേ? അതാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഒരു കാര്യത്തിൽ ഒരു അംശത്തെ തൊടുക മാത്രമല്ല, അതിൻ്റെ പരിഹാരമാണ് അദ്ദേഹം തേടുന്നത്. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്.